ഹലോ അയ്യോ വെളിച്ചം ഇപ്പൊ ശരി. ഹലോ, അപ്പൊ നമ്മുടെ ചാനലിന്റെ അടുത്തൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് അറിയില്ലേ, ഫ്രീയായിട്ടൊക്കെ ഏതൊക്കെയോ തുണിയൊക്കെ കൊണ്ടുവച്ചിട്ടാണ് വീഡിയോയിൽ കാണിച്ചു തരാം. ഇന്ന് എന്താന്ന് വെച്ചാ നമ്മൾ പള്ളി നേർച്ച കഴിഞ്ഞപ്പോ ഒരാഴ്ചയായിട്ട് രാവിലെ അടിക്കുക, കുളിക്കുക, പോവുക, പിന്നെ ഇങ്ങോട്ട് വീട്ടിലേക്ക് പോവുക, പിന്നെ ഇങ്ങോട്ട് വരിക, തുണികൾ അഴിച്ചിടുക, പിന്നെ നേരെ വെളുത്ത് വീണ്ടും വേറെ കുളിച്ച് വേറെ ഇടുക, അങ്ങനെ പോയി ഒരുപാട് തുണി ഉണ്ട് കേട്ടോ. അപ്പൊ മെഷീനിൽ ഇടാന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മുടെ കിണറ്റില് വെള്ളം കുറവാണ്, അപ്പോ കിതയ്ക്കുന്നു. അപ്പൊ പറ്റില്ല. അപ്പൊ നമുക്ക് തൊട്ട് കനാലുണ്ട്, അപ്പൊ കനാലിൽ പോയിട്ട് അങ്ങോട്ട് എല്ലാം അങ്ങോട്ട് കുറച്ച് ഒന്ന് പണിയെടുത്താലും. കിണറ്റില് നല്ല വെള്ളം കുറഞ്ഞിരിക്കുകയാണ്. ഈ ഭാഗത്ത് പൊതുവെ വെള്ളത്തിന് ഭയങ്കര ബുദ്ധിമുട്ടാണ്, അപ്പൊ ഇവിടെ നേരത്തെ കുറഞ്ഞിരിക്കണം. അപ്പൊ എന്തായാലും എല്ലാം അങ്ങോട്ട് പെറുക്കി കൂട്ടിയിട്ട് കനാലിൽ പോയിട്ട് തിരുമ്പിയിട്ട് വരാന്ന് പറഞ്ഞിട്ട് കുറച്ചൊന്ന് കഷ്ടപ്പെട്ടാലും അങ്ങോട്ട് സമാധാനാവും. അപ്പൊ എല്ലാം കൂടെ ഇവിടെ എന്തായാലും നടക്കില്ല. അപ്പൊ എല്ലാരും ഒരുങ്ങിയിട്ടുണ്ട്. ഒരു പുതിയ അതിഥി വന്നിട്ടുണ്ട് നമ്മളുടെ. അത് നമുക്ക് പിന്നെ കാണിച്ചു കൊടുക്കാം. അത് പിന്നെ കാണിച്ചു കൊടുക്കാം. എന്താണ്ടോ വെള്ളം ബോട്ടിലൊക്കെ ആയിട്ട് കുഞ്ഞു റെഡി ആയിട്ടുണ്ട്. എന്താ തിന്നാനും എടുത്തിട്ടുണ്ടോ? കനാലിൽ പോയി തിന്നാനോ? പിന്നെന്താ കുളിക്കാൻ എന്താ സോപ്പാ? എന്താ പായിക്കൂട്ടം റെഡി ആയിട്ടുണ്ട്. അപ്പൊ തുണികളൊക്കെ വെക്കാൻ എനിക്കും അധികം വെയിറ്റ് വെക്കാൻ പറ്റില്ല, ഇക്കാക്ക് തീരെ പറ്റില്ല. അപ്പൊ എന്റെ മക്കളാണ് തുണികളൊക്കെ വണ്ടിയിൽ കൊണ്ടുവന്ന് വെച്ച് തരാന് സഹായിക്കുന്നത്. സോപ്പ് പൊടി വെള്ളത്തിൽ രാവിലെ തന്നെ ഇട്ട് വെച്ചു. അപ്പൊ നല്ല ചളി അങ്ങോട്ടായ അവിടെ പോയി അത്ര കഷ്ടമല്ലല്ലോ. പിന്നെ നല്ല വെയിലായിരിക്കും ഇപ്പൊ കനാലില്. ഞാൻ വീഡിയോയിൽ കാട്ടുന്നുണ്ട്, എന്തായാലും നല്ല വെയിലായിരിക്കും. അപ്പോ ഈ സമയത്ത് നമുക്ക് പോകാൻ പറ്റില്ല, അല്ലാത്ത സമയത്ത് മൊത്തം അവിടെ ആൾക്കാരാവുമായിരിക്കും, നമുക്ക് പോയിട്ട് പറ്റില്ല. മൊത്തം ആൾക്കാരായിരിക്കും, നല്ല തിരക്കുമായിരിക്കും. അപ്പൊ ഈ സമയം പറ്റുള്ളൂ പോയിട്ട് തിരുമ്പിയിട്ട് ഇവര് കുളിക്കും, തിരുമ്പിയിട്ട് വരാൻ ഈ സമയം പറ്റുള്ളൂ. അപ്പൊ അതാണ് ഇന്നത്തെ വീഡിയോ. നമ്മുടെ കനാലും അങ്ങനെ സോപ്പ് വെള്ളത്തിലിട്ട തുണിയൊക്കെ കുട്ടികളുടെ അടുത്ത് കൊടുത്തു വിടുക കേട്ടോ. കുഞ്ഞു ബക്കറ്റിലാക്കിയിട്ട് കൊടുത്തു വിടുക. കാരണം ഒന്നായിട്ട് വെയിറ്റൊക്കെ വെക്കാക്കും പറ്റില്ല, ഇപ്പോഴത്തെ കണ്ടീഷനിൽ എനിക്കും പറ്റില്ല. അപ്പോൾ കുട്ടികളുടെ അടുത്ത് കുഞ്ഞു ബക്കറ്റിലാക്കി കൊടുത്താൽ അവർ ഓട്ടോയിൽ വലിയ ബക്കറ്റിൽ കൊണ്ടാക്കും. അങ്ങനെയാണ് തുണികൾ അവിടെ എത്തിക്കുന്നത്. അപ്പോൾ അവർ രണ്ടാളും ഉഷാറാണ്. പിന്നെ കനാലിൽ ഇവിടെ വന്ന ശേഷം ഞങ്ങൾ ഒരിക്കൽ പോയിരുന്നു, കുട്ടികളെ കൂട്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവർ ആദ്യമായി പോകുമെന്ന് പറഞ്ഞിട്ട് അവർക്ക് നല്ല സന്തോഷമുണ്ട്. ഫൈമോ കണ്ടില്ലേ, ഫൈമോ നല്ല ഉഷാറിലാണ്. ഫൈമോ തുണിയൊക്കെ എടുത്ത് ഞാൻ വെച്ചുതരാം, എന്തിനാണ് അവിടെ വെച്ചിട്ട് ഇവിടെ വെച്ചിട്ട് അവിടെ പോയിട്ട് ഞാൻ തിരുമ്പിത്തരാം, എന്തായാലും കനാലിക്ക് ഒന്ന് വന്നാൽ മതി പറഞ്ഞിട്ട് നല്ല സന്തോഷത്തിലാണ് കേട്ടോ. എന്നിട്ട് കുട്ടികൾ ഒരു ബക്കറ്റ് കൊണ്ട് വെച്ചിട്ടും പിന്നെയും ഉണ്ടായിരുന്നു ഷീറ്റൊക്കെ ഉണ്ടായിരുന്നു, കിടന്ന ഷീറ്റ്. അപ്പൊ ഇനിയിപ്പോ കനാലിൽ വെള്ളം നിന്നാല് പിന്നെ നമുക്ക് ഇവിടെ തിരുമ്പല് ഇടങ്ങേറല്ലേ. അപ്പൊ കനാലിലേക്ക് തന്നെ പോകുമ്പോ ഒന്നായി കൊണ്ടുപോവാന്ന് പറഞ്ഞിട്ട് എങ്ങനെയൊക്കെയോ ഞാൻ അവിടെ എത്തിച്ചു. എന്നിട്ട് എങ്ങനെയൊക്കെയോ ഓട്ടോറിക്ഷയിൽ എത്തിച്ചു. പിന്നെ അത്യാവശ്യം ചവിട്ടി ചപ്പ എല്ലാം തന്നെ എടുത്തുവിട്ടു, എല്ലാം അങ്ങോട്ട് തിരുമ്പിയിട്ട് വരാന്ന് പറഞ്ഞിട്ട്. അപ്പോഴേക്കും കടയിൽ പോയി അവര് ജ്യൂസും വെള്ളം താഴ്ച കുടിക്കാനായിട്ട് ജ്യൂസ് കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് ഓടി വന്ന് വേണോ ചോദിക്കണം ഫൈമോ, നിങ്ങളോട് വേണോ ജ്യൂസ് കിട്ടി വരും. നല്ല സന്തോഷത്തിലാട്ടോ. കുട്ടികൾക്ക് പൊതുവേ കനാല് പറഞ്ഞാൽ നല്ല സന്തോഷം. പക്ഷെ അധികം നമ്മൾ പോവലില്ല. ഒരു ദിവസം അവർ സ്കൂളിൽ പോയപ്പോൾ ഉച്ചയ്ക്കാണ് ഞങ്ങള് പോയത്, അവരെ കൂട്ടാണ്ടാണ് പോയത്, അവരോട് പറഞ്ഞിട്ടില്ല. അപ്പൊ അവർക്ക് നല്ല സന്തോഷം. പിന്നെ എന്റെ വോയിസ് ചെറിയ പ്രശ്നം ഉണ്ടാവും, വേറെ ഒന്നുമല്ല കേട്ടോ. ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് പുലർച്ചെയാണ്, രാവിലെ പുലർച്ചെ എണീച്ചിട്ടാണ് വീഡിയോ എഡിറ്റ് ചെയ്യുന്നത്. കാരണം എന്തെന്ന് വെച്ചാൽ ഒരു 9 മണിയൊക്കെ കഴിഞ്ഞാൽ ഇവിടെ വീട് നല്ല ചൂടാവുന്നതുകൊണ്ട് ഫോണും ചൂടായിട്ട് ഫോണിന് പ്രശ്നം വരികയാണ്. അതുകൊണ്ട് ഞാൻ പുലർച്ചെ അല്ലെങ്കിൽ നൈറ്റിലാണ് വീഡിയോ എഡിറ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് എൻ്റെ സൗണ്ടിന് ചെറിയൊരു പ്രശ്നം. അങ്ങനെ കനാലെത്തിയിട്ടുണ്ട്. എൻ്റെ ഇരുത്തൊക്കെ കണ്ടില്ലേ, പറയാൻ മറന്നു. സ്ഥലമില്ലാതെ മൊത്തം തുണികളായിരുന്നു വണ്ടിയിൽ. എങ്ങനെയൊക്കെയോ ഇരുന്നിട്ടാണ് അവർ പിന്നെ കാലൊക്കെ കയറ്റി വെച്ചിട്ട് ഇരുന്നു, എങ്ങനെയൊക്കെ ഇരുന്ന് വന്നു. കുറച്ചങ്ങോട്ട് തിരുമ്പുമ്പോഴേക്കും എനിക്ക് വയ്യാതായി. ഫൈക്കുട്ടനെ ഓടിക്കൊണ്ടുവന്ന് ജ്യൂസ് തന്നു, കുടിക്ക് ഉഷാറാവട്ടെ, വയ്യാതാവണ്ട, ജ്യൂസ് കുടിക്കുന്നു പറഞ്ഞിട്ട് ഫൈക്കുട്ടൻ കൊണ്ടു തന്നു. പിന്നെ അങ്ങനെ തുണിയൊക്കെ തിരുമ്പി ഓരോന്നായി എടുത്തു. നല്ല വെയിലുണ്ടായിരുന്നു. പക്ഷെ വെയിലെന്ന് പറഞ്ഞിട്ട് മാറി നിന്നാൽ പറ്റൂല കേട്ടോ, ആൾക്കാർ വന്ന് തിരക്ക് കൂടും, പിന്നെ തിരുമ്പാൻ പറ്റില്ല. ഫൈക്കുട്ടനും കുഞ്ഞും കുളിക്കായിരുന്നു. അപ്പോഴാണ് കപ്പ് ഒലിച്ചു പോയത്. അങ്ങനെ കപ്പ് ഇറങ്ങിയെടുത്ത് ആയിക്കോട്ടെ സന്തോഷം കണ്ടില്ലേ, എന്തൊരു കുളിയാണ്. താഴത്ത് ഇറങ്ങാൻ പേടിയായിട്ട് കപ്പ് കൊണ്ടുവന്നതാണ് ആള്, മുക്കി ഒഴിക്കാൻ. എന്താണ് നല്ല സന്തോഷമാണ്. ഇനി വരില്ല, ഇനിയൊന്നും നമ്മൾ കനാലിക്ക് വരില്ല. എന്താ കുളിച്ച് ആള് തണുത്ത് വരച്ച് തോർത്തെടുത്ത് കൊടുത്തപ്പോ വീഡിയോ എടുക്കുമ്പോൾ നാണക്കേടായിട്ട് പായൊക്കെ വെച്ച് മറച്ചിക്കണം കേട്ടോ അവന്.
അങ്ങനെ ഇതാ തുണിയൊക്കെ വീട് എത്തിച്ചു. എങ്ങനെ അവിടെ എത്തിച്ചു കൊടുത്തപ്പോൾ ഇന്റെ പറഞ്ഞു പോയി കുളിച്ചോന്ന് പറഞ്ഞിട്ട് ഇക്കടാന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ കുളിക്കാൻ പോയിരിക്കായിരുന്നു. ഇക്ക തുണി എല്ലാം ഇട്ട് തന്നു കേട്ടോ, ഒറ്റയ്ക്ക് തന്നെ ഇട്ട് തന്നു. ഞാൻ കുളിച്ച് റെഡിയായി വരുമ്പോഴേക്കും എല്ലാം അങ്ങോട്ട് ഇട്ട് ക്ലീനാക്കി തന്നിട്ടുണ്ട്. അപ്പോഴേക്കും അവരതാ ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് അവർ കളിക്ക് പോയി. രണ്ടാളും പാടെ ബോൾ കളിക്കാൻ പോയി ഫ്രണ്ടില്. എന്താണ് അവർക്ക് പിന്നെന്താ കനാലിൽ പോയി വന്ന് സന്തോഷമായി. പിന്നെ ഇനിയിപ്പോൾ കളിയാണ് മാ പറഞ്ഞുകൊണ്ട് ചായ വെക്കുമാന്ന് പറഞ്ഞുകൊണ്ട് അവർ കളിക്കാൻ പോയി. കണ്ടോ തുണികളുണ്ടോ, ഇത്രയും തുണികൾ ഞാൻ തിരുമ്പിയതാണ്. ഞാൻ ഇത്രയും തുണികൾ തിരുമ്പി ഒറ്റയ്ക്ക് എല്ലാവരും അങ്ങനെ തന്നെയല്ലേ. നമ്മൾ വീട്ടിലൊരു ഫംഗ്ഷനും ഒക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഇത്രയും ഉണ്ടാവും. അപ്പൊ ഇതാ കനാലിൽ പോയി തിരുമ്പി കുളിച്ച്. അയ്യോ ഞാൻ കുളിച്ചിട്ടില്ല കേട്ടോ, കുട്ടികളെ അവിടെ നിന്ന് കുളിച്ചു. ഞാനൊക്കെയും ഇവിടെ വന്ന് കുളിച്ച് സുന്ദരിയൊക്കെ ആയി. അപ്പൊ ഇപ്പൊ മനസ്സിന് വല്ലാത്തൊരു ആശ്വാസമാണ്. കാരണം എന്താന്ന് വെച്ചാൽ ഇവിടെ തിരുമ്പാൻ ഇങ്ങനെ തുണികൾ കൂടി കിടക്കുമ്പോ നമുക്ക് ഭയങ്കര ഇടങ്ങേറല്ലേ. ഇപ്പൊ ഇത്തിരി ആശ്വാസമാണ്. ഇത്രയും തുണിയും ഇവിടെ തിരുമ്പാനുള്ള വെള്ളമില്ല കിണറ്റില്. അപ്പൊ എന്തായാലും ഇത്തിരി ബുദ്ധിമുട്ടിയാലും കുറച്ച് വെയിൽ കൊണ്ടാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് പോയി നമ്മള് തിരുമ്പി വന്ന്. അപ്പോ ഞാന് കുളിക്കാൻ നിൽക്കുമ്പോഴേക്ക് ഇക്ക തുണിയൊക്കെ തോരട്ട് തന്നു കേട്ടോ. എല്ലാം ഉണങ്ങാട്ടത് ഞാൻ വേണ്ടെന്ന് പറഞ്ഞു. പക്ഷെ എന്നെ സങ്കടം വന്നിട്ട് എല്ലാം ഇട്ട് തന്ന്. കുട്ടികളെന്താ അവര് വന്നിട്ട് അവരതാ വെളിയിൽ ബോൾ കളിക്കാൻ തുടങ്ങി. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ് ചെയ്യണം, വീഡിയോസിന് ഒരു ലൈക്ക് കൊടുക്കണം. എന്തായാലും മാക്സിമം വീഡിയോ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പൊ ഞങ്ങൾക്ക് മുന്നോട്ട് പോവാൻ നിങ്ങളുടെ ഹെൽപ്പ് ഉണ്ടാവണം. ഞങ്ങൾക്ക് മുന്നോട്ട് പോകണം. നമ്മുടെ ഈ കൊച്ചു ഫാമിലിയെ ഒന്ന് ഇഷ്ടപ്പെടണം. അപ്പൊ ഫുൾ സപ്പോർട്ട് നിങ്ങളുടെ ഉണ്ടാവും എന്ന വിശ്വാസത്തോടെ നമ്മുടെ ചാനലിൽ അടുത്തൊരു വീഡിയോ വരുന്നത് വരെ എല്ലാവർക്കും അതൊക്കെ വന്നു വായോ. ഇക്ക തുണിയൊക്കെ ഉണങ്ങാനിട്ടിട്ട് വന്ന്. അതാ എന്താ അത് തുണി ഉണങ്ങാനിട്ടോ വെയ്യേ. അപ്പൊ ഞാൻ എത്ര തുണി ഞാൻ അവിടെ നിന്ന് തിരുമ്പിയതോ ഇക്കൊക്കെ ഉണങ്ങാനിടുമ്പോഴേക്ക് ഇത്ര വെയ്യൊക്കെ വന്നിക്കുക. അപ്പൊ നമ്മുടെ ചാനലിന്റെ അടുത്തൊരു വീഡിയോ വരുന്നത് വരെ എല്ലാവർക്കും ബൈ. സപ്പോർട്ട് ചെയ്യണം, ആരും സപ്പോർട്ട് ചെയ്യാതിരിക്കരുത്. വീഡിയോ പ്ലീസ് മാക്സിമം ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഒരു കുഞ്ഞു കമന്റ് ഇട്ടോ. എന്തപ്പോ കിടക്കട്ടെ. അപ്പൊ ടാറ്റാ.